അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്സഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. വളരെ പ്രിയ നിറഞ്ഞ സുഹൃത്തുക്കളെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, അല്ലാഹുവിന്റെ സ്നേഹവും പടച്ചവന്റെ കാരുണ്യവും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ മേലായ റബ്ബ് എപ്പോഴും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കാം. മനസ്സമാധാനമുള്ളൊരു ജീവിതം മരണം വരെ അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. മനസ്സമാധാനത്തിന് ഇസ്ലാമിക വഴികൾ എന്ന വിഷയത്തെ സംബന്ധിച്ച് ഏതാനും ചില കാര്യങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന, നമ്മളൊരു പക്ഷേ പലപ്പോഴും മറന്നുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ ഖുർആനിലും പ്രവാചകന്റെ ഹദീസിലും ഒക്കെ പരാമർശിച്ചിട്ടുള്ള ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണർത്തുവാനാണ് ഈ ഒരു ക്ലാസ്സിലൂടെ ആഗ്രഹിക്കുന്നത്. മാനസിക സമ്മർദ്ദം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിൽ വളരെ തിരക്ക് പിടിച്ച ഒരു ജീവിതം, ആധുനിക സംവിധാനങ്ങളെല്ലാം വർദ്ധിച്ചിട്ടുള്ള ഈ ഒരു കാലഘട്ടം, നമുക്കറിയാം പണ്ടത്തെ കാലഘട്ടത്തെ സംബന്ധിച്ച് അന്ന് നമുക്ക് ഒരലും ഒലക്കയും അടുപ്പും എല്ലാം വളരെ പഴയ ഒരു രൂപത്തിലായിരുന്നു. പക്ഷെ ഇന്ന് അതെല്ലാം മാറി. ഇന്ന് വാഷിംഗ് മെഷീനും മിക്സിയും ഓവനും അങ്ങനെ നമ്മുടെ സമയം കുറച്ചുകൊണ്ടിരിക്കുന്ന, നമുക്ക് സമാധാനം ലഭിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള തിരക്കില്ലാത്ത ഒരു ജീവിത രീതിയിലേക്ക് നമ്മളെ സഹായിക്കുവാനാണ് യഥാർത്ഥത്തിൽ ഈ പറയപ്പെട്ട ആധുനിക ഉപകരണങ്ങളെല്ലാം കണ്ടുപിടിച്ചിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ജീവിതത്തിൽ തിരക്കാണ്, നമുക്കൊന്നിനും സമയം കിട്ടുന്നില്ല എന്നുള്ള പരാതിയാണ്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ ഏത് കാര്യത്തിലാണ് തിരക്കിലായിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചാണ്. തിരക്കൊരു മനുഷ്യനെ സംബന്ധിച്ച് ഒരു ഹൈറായ കാര്യമാണ്. കാരണം വെറുതെ ഇരുന്നു കഴിഞ്ഞാൽ ശൈത്താൻ കടന്നുകൂടുകയും വേണ്ടാത്ത വിചാരങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം നമ്മളെ കൊണ്ട് അവൻ ചെയ്യിക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് തിരക്കെപ്പോഴും നല്ലതാണ്. സൽക്കർമ്മങ്ങൾ ചെയ്യാനും മറ്റു ദഅവ ആക്ടിവിറ്റിയിലൊക്കെ പങ്കെടുക്കാനൊക്കെ നമുക്ക് സാധിക്കും തിരക്കുണ്ടെങ്കിൽ. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ തിരക്ക് എന്ന് പറയുന്നത്, നമ്മൾ ഏത് വിഷയത്തിലാണ് തിരക്കിക്കൊണ്ടിരിക്കുന്നത്? അത് അള്ളാഹുവിന്റെ വിഷയത്തിലാണോ, അതല്ല കേവലം ഭൗതികമായ കാര്യങ്ങളിൽ മാത്രമാണോ നമ്മൾ തിരക്കിലായിരിക്കുന്നത് എന്നതാണ് നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ഭൗതികമായ കാര്യത്തിൽ മാത്രമാണ് നമ്മൾ തിരക്കെങ്കിൽ അപ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ സമയം കിട്ടാത്തത്. മറിച്ച് ദീനിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ തിരക്കിലാവുകയും എന്നാൽ ഭൗതിക കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു ജീവിത രീതിയാണെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല സമയത്തിൽ നമുക്ക് ബർക്കത്ത് വരും. ഇപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കിയേ, ഈ ലോകം സൃഷ്ടിച്ച കാലം മുതലേ അള്ളാഹു എല്ലാവർക്കും നൽകിയിട്ടുള്ള സമയം 24 മണിക്കൂറാണ്. പക്ഷെ മുൻകാലത്തെ അപേക്ഷിച്ച് പ്രവാചകന്മാരൊക്കെ ഉണ്ടായിരുന്ന ആ പ്രവാചകന്മാരോട് കൂടെ സ്വഹാബികൾ ചേർന്ന് നിന്ന് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കുകയും ദീനിനു വേണ്ടി ജീവിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ നമ്മളെക്കാളൊക്കെ തിരക്കായിരുന്ന ഒരു കാലഘട്ടത്തിൽ അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാമായിരുന്നു. വലിയ വലിയ ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയിട്ടുള്ള പണ്ഡിതന്മാർ, വലിയ വലിയ യുദ്ധങ്ങളിലൊക്കെ പങ്കെടുത്തുള്ള പ്രവാചകന്മാരും സ്വഹാബിമാരും അവരുടെയൊക്കെ ഭാര്യമാരും മക്കളും അവരൊക്കെ വളരെ തിരക്കിലായിരുന്നു. പക്ഷെ അവരുടെ തിരക്ക് അള്ളാഹുവിന്റെ ദീനിന്റെ വിഷയത്തിലായിരുന്നു. അങ്ങനെ വന്നപ്പോൾ അവർക്ക് ദുനിയാവിന്റെ വിഷയത്തിൽ പടച്ച തമ്പുരാൻ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യും. നമ്മൾ എല്ലാവർക്കും പരിചയമുള്ള ഒരു ഹദീസാണ്. ഞാൻ ആ ഹദീസ് ഇവിടെ പറയുന്നില്ല, അതിന്റെ ചുരുക്കം ഇതാണ്: അള്ളാഹുവിന് വേണ്ടി ആഖിറത്തിന് വേണ്ടി ആര് ജീവിക്കുന്നുവോ അവന്റെ ദുനിയാവും അള്ളാഹു നന്നാക്കി കൊടുക്കും, ആഖിറവും നന്നാക്കി കൊടുക്കും. എന്നാൽ ആഖിറത്തെ മാറ്റി നിർത്തി ദുനിയാവിന് വേണ്ടിയാണ് ഒരാളുടെ ലക്ഷ്യം, ദുനിയാവിനെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഒരാൾ ജീവിക്കുന്നതെങ്കിൽ അവന്റെ ആഖിറം നഷ്ടപ്പെട്ടു പോകും. ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കുറച്ചൊക്കെ കൊടുക്കുകയും ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്,
നമ്മളൊക്കെ തിരക്കാണ്. പക്ഷെ ആ തിരക്ക് എന്ന് പറയുന്ന വിഷയം അത് ഏത് വിഷയത്തിലാണ് നമ്മൾ തിരക്കായിക്കൊണ്ടിരിക്കുന്നത്? ദുനിയാവിന്റെ വിഷയത്തിലാണോ പരലോകത്തിന്റെ വിഷയത്തിലാണോ? ഇവിടെ ദുനിയാവിന്റെ വിഷയത്തിൽ തിരക്കായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ നമുക്ക് ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും നമസ്കാരത്തിന് ശേഷം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ പറഞ്ഞു, അസ്തഗ്ഫിറു പറഞ്ഞു. അതിനുശേഷം അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള ദിക്ർ ഇങ്ങനെ പറയാനാണ്: അല്ലാഹുമ്മ അൻതസ്സലാം വ മിൻകസ്സലാം തബാറക്ത യാ സൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ, റബ്ബേ, അല്ലാഹുവേ, അൻതസ്സലാം, നീയാണ് സമാധാനം, വ മിൻകസ്സലാം, നിന്നിൽ നിന്നാണ് സമാധാനം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നാണ് എല്ലാവർക്കും സമാധാനം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം, ഉന്നതിയുടെയും മഹത്വത്തിന്റെയും ഉടമസ്ഥനെ, നീ അനുഗ്രഹപൂർണനായിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടി അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ അഫ്ളലുൽ ഇബാദയാണ് നമസ്കാരം. അള്ളാഹുവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് നാം പള്ളിയിൽ ജമാഅത്തിൽ പങ്കെടുത്തുകൊണ്ട് പ്രാർത്ഥിച്ച് ദിക്റുകളും ചെയ്ത് അള്ളാഹുവിനെ സ്തുതിച്ച് അള്ളാഹുവിനെ വാഴ്ത്തി ഇസ്തിഗ്ഫാറിനൊക്കെ വേണ്ടിയുള്ള പ്രാർത്ഥനകളും ദിക്റുകളെല്ലാം എടുത്ത് സലാം വീട്ടിയതിനു ശേഷം വീണ്ടും അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നത്, അള്ളാഹുവേ, എനിക്ക് നീ സമാധാനം നൽകണം എന്നുള്ളതാണ്. നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മൾ ഏറ്റവും വലിയ അഫ്ളലായ ഇബാദത്ത് നിർവഹിച്ചതിന് ശേഷം നമുക്ക് ആവശ്യം എന്താണ്? അള്ളാഹുവിൽ നിന്നുള്ള സമാധാനമാണ്. അപ്പൊ സമാധാനം എന്ന് പറയുന്നത് അത് ചില്ലറ കാര്യമല്ല, അത് നിസ്സാരമായ ഒരു കാര്യമല്ല. സമാധാനത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന മറ്റൊരു സ്റ്റേറ്റ്മെന്റ്, ഇന്ന സലാമ, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഇന്ന സലാമ ഇസ്മുൻ മിൻ അസ്മാ ഇല്ല. സമാധാനം എന്ന് പറയുന്നത്, ശാന്തി എന്ന് പറയുന്നത് ഇസ്മുൻ മിൻ അസ്മാ ഇല്ല, അത് അള്ളാഹുവിന്റെ പേരുകളിൽപ്പെട്ട ഒരു പേരാണ്. എന്നിട്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമാധാനത്തെ ഭൂമിയിൽ നിശ്ചയിച്ചിരിക്കുന്നു. ഫഫ്ശുസ്സലാമ ബൈനക്കും, നിങ്ങൾ നിങ്ങൾക്കിടയിൽ സലാം, അസ്സലാമു അലൈക്കും വർദ്ധിപ്പിക്കുക. രണ്ടു മൂന്ന് കാര്യമാണ് ഹദീസിൽ പറഞ്ഞത്. ഒന്ന്, അള്ളാഹുവിന്റെ പേരാണ് സലാം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പേരാകുന്ന ആ സമാധാനത്തെ, ശാന്തിയെ അവൻ ഭൂമിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണ്? ഭൂമിയിൽ അത് സൃഷ്ടിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിടയിൽ പരസ്പരം ഈ സലാം ചോദിച്ചു കൊണ്ടിരിക്കുക, അത് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് ഈ വിഷയമായി ബന്ധപ്പെടുത്തി അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു ഉണ്ടാക്കിയതാണ്, അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് സമാധാനം. നമ്മുടെ കരച്ചിൽ പോലെ, സങ്കടം പോലെ, ദുഃഖം പോലെ, നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾ പോലെ അതിൽപ്പെട്ട അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് യഥാർത്ഥത്തിൽ സത്യത്തിൽ സമാധാനം. നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. എല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. ആ സൃഷ്ടികളിൽപ്പെട്ട അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് സമാധാനം എന്ന് പറയുന്നത്. അപ്പൊ അള്ളാഹുവിനോടായിരിക്കണം അള്ളാഹുവിന്റെ സമാധാനമാവുന്ന ആ ഒരു കാരുണ്യത്തെ നമ്മൾ എപ്പോഴും ചോദിച്ചു കൊണ്ടിരിക്കേണ്ടത്. ഇപ്പൊ ഒരു വിദ്യാർത്ഥി, അവന് പഠിക്കാൻ ആവശ്യമായ മുഴുവൻ സൗകര്യങ്ങളും രക്ഷിതാവ് ചെയ്തു കൊടുത്തു. നല്ല സ്കൂളിൽ ചേർത്തി, നല്ല ട്യൂഷൻ കൊടുത്ത്, ഉയർന്ന ഫീസുള്ള സംവിധാനമുള്ള സ്ഥാപനത്തിന് അവരെ ചേർത്തി, എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടി, ഒരു മകന് വേണ്ടി തന്റെ രക്ഷിതാക്കൾ. എന്നിട്ട് പരീക്ഷ വന്നപ്പോ അവൻ 8 പൊട്ടിൽ പൊട്ടി. അവൻ വളരെ മോശമായ കാഴ്ചയാണ് പരീക്ഷയിൽ നടത്തിയത്. അവൻ തോറ്റുപോയി. ഇവിടെ ആരുടെ കുഴപ്പമാണ്? ഇത് ഉണ്ടാക്കിയ സംവിധാനത്തിന്റെ കുഴപ്പമല്ല, അധ്യാപകരുടെ കുഴപ്പമല്ല. അവന് കിട്ടിയിട്ടുള്ള നല്ല അധ്യാപകരെയാണ്, നല്ല മാതാപിതാക്കളാണ്, നല്ല സംവിധാനങ്ങളാണ്, നല്ല സ്ഥാപനത്തിലാണ്, ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് അവനെ ചേർത്തിയിട്ടുള്ളത്. എന്നിട്ടും അവൻ എന്ത് ചെയ്തു? അവൻ പരീക്ഷയിൽ തോറ്റു. അപ്പൊ സംവിധാനത്തിന്റെ കുഴപ്പമല്ല, മറിച്ച് ഈ സംവിധാനങ്ങളൊന്നും അവൻ ഉപയോഗപ്പെടുത്തിയില്ല എന്നതാണ് അവന്റെ പരാജയത്തിന് കാരണം. ഒരു രോഗി, അവന് ഡോക്ടറെ പോയി കണ്ടു, നല്ല ഡോക്ടറെ പോയി കണ്ടു, നല്ല വലിയ ഫീസ് കൊടുത്തു, അവന്റെ രോഗനിർണയം നടത്തി, രോഗിക്ക് എന്താണ് പ്രശ്നമെന്ന് ഡോക്ടർ കണ്ടുപിടിച്ചു. അവനാവശ്യമായ മരുന്നുകളെല്ലാം ഡോക്ടർ എഴുതി കൊടുത്തു. അവൻ മരുന്നുമായി വീട്ടിലേക്ക് വന്നു. കുറെ കഴിഞ്ഞപ്പോൾ പിന്നെ ഡോക്ടറെ പോയി കണ്ടു, അവന്റെ രോഗം മാറിയിട്ടില്ല. എന്തുകൊണ്ടാണത്? അത് അവൻ കഴിച്ച ആ മരുന്നിന്റെ കുഴപ്പമല്ല,
ഡോക്ടറുടെ കുഴപ്പമല്ല, ഹോസ്പിറ്റലിന്റെ കുഴപ്പമല്ല, സംവിധാനത്തിന്റെ കുഴപ്പമല്ല. ആ സംവിധാനങ്ങളൊന്നും ഈ രോഗി ഉപയോഗപ്പെടുത്തിയില്ല. ഏതുപോലെ ആ വിദ്യാർത്ഥി അവന്റെ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താതെ പോലെ അവർ പരാജയപ്പെട്ടപ്പോൾ ഈ രോഗി അവനിക്ക് കിട്ടിയ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താതെ വന്നപ്പോൾ അവന്റെ രോഗം മൂർച്ഛിക്കുകയും ചെയ്തു. ഇതുപോലെ തന്നെ സംവിധാനം, ഈ സംവിധാനം കിട്ടാൻ ആവശ്യമായ സംവിധാനങ്ങൾ, ആ സമാധാനം കിട്ടാൻ ആവശ്യമായ സംവിധാനങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ആ സംവിധാനങ്ങൾ എന്താക്കിയില്ല, മനുഷ്യന്മാർ ഉപയോഗപ്പെടുത്തുന്നില്ല. അള്ളാഹുവിന്റെ സംവിധാനം അങ്ങനെയാണ്. ഉപയോഗപ്പെടുത്തുമ്പോഴാണ് അത് പരിപൂർണമായും നമുക്ക് കരസ്ഥമാക്കി അതിന്റെ ഗുണഫലം അനുഭവിക്കാൻ സാധിക്കുന്നത്. അള്ളാഹുവിന്റെ ഖുർആനിൽ വളരെ മനോഹരമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. സൂറത്തുർ റഅദിലെ 28-ാമത്തെ ആയത്ത്, അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്. അതായത് വിശ്വസിക്കുകയും മനസ്സുകൾ ശാന്തമായി തീരുകയും ചെയ്യുന്നത്. ഒന്ന് വിശ്വസിച്ചു, രണ്ടാമത്തേത് വിശ്വാസത്തിലൂടെ അവരുടെ മനസ്സുകൾ ശാന്തമായി തീരുകയും ചെയ്തു. എന്നിട്ട് അന്ന് വീണ്ടും പറയുകയാണ്, അല അറിയുക. അത് വല്ലാത്തൊരു പ്രയോഗമാണ്. അല, അത് ചിന്തിക്കാൻ വേണ്ടിയുള്ള ഒരു പദപ്രയോഗം. അറിയുക, നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ മനസ്സിലാക്കണം. ദിക്രില്ലാഹ്, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ കൊണ്ട് മാത്രമേ തത്മഇന്നു അൽ ഖുലൂബ്, ഹൃദയങ്ങൾ ശാന്തിയും സമാധാനവും അടങ്ങുകയുള്ളൂ. ആ പഠിച്ചവനെ കുറിച്ചുള്ള വിചാരം, പഠിച്ചവനെ കുറിച്ചുള്ള അറിവ്, അള്ളാഹുവിന്റെ ഇസ്മുകൾ മനസ്സിലാക്കി ആ ഇസ്മിന്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് ആ ഇസ്മ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന ആശയം, അതിന്റെ പൊരുൾ അറിഞ്ഞുകൊണ്ട് ജീവിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥത്തില് നമ്മുടെ ജീവിതത്തിൽ, മനുഷ്യരുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവുകയുള്ളൂ. ഇവിടെ അള്ളാഹുവിനെ ഓർക്കുക എന്ന് പറയുന്നത് കേവലം നാവ് കൊണ്ട് പറയുന്ന ദിക്ർ മാത്രമല്ല. അത് ദിക്റാണ്, ദിക്റല്ല എന്ന അർത്ഥത്തിലല്ല. പക്ഷെ നാവ് കൊണ്ട് പറയൽ മാത്രമല്ല അള്ളാഹുവിനെ ഓർക്കുക എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കൽ അള്ളാഹുവിന് ദിക്റാണ്. ഇവിടെ കൽപ്പന അനുസരിക്കുക എന്ന് പറയുമ്പോൾ നോമ്പ് പിടിക്കുന്നു, അവർ നമസ്കരിക്കുന്നു, സ്വതക്ക കൊടുക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നു, പറ്റുന്നവരൊക്കെ ഉംറ നിർവഹിക്കുന്നു, സാധിക്കുന്നവരൊക്കെ ഹജ്ജ് ചെയ്യുന്നു. ഇത് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കലാണ്. പക്ഷെ അത് മാത്രമല്ല കൽപ്പന അനുസരിക്കുക എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ കാര്യങ്ങള് അതിൽ നിന്ന് മാറി നിൽക്കലും അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കലാണ്. പല ആളുകളും മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് കൽപ്പന അനുസരിക്കുക എന്ന് പറയുന്നത് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇബാദത്തുകൾ, അമൽ സാലിഹാത്തൊക്കെ ചെയ്യൽ കൽപ്പന അനുസരിക്കലാണ്. അത് ശരിയാണ്. പക്ഷെ കൽപ്പന അനുസരിക്കുന്നതിന് രണ്ടാമത്തെ പാർട്ട് എന്താണത്? അള്ളാഹു എന്താണോ വിരോധിച്ചിട്ടുള്ളത് ആ വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കല് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കലാണ്. അതായത് ഹറാമായ കാര്യങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കൽ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കലാണ്. നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി ജമാഅത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നത് പോലെ തന്നെ ആ കൽപ്പന അനുസരിക്കുന്ന പോലെ തന്നെയാണ് ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കലും അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കൽ. അപ്പൊ റബ്ബിന്റെ കൽപ്പന അനുസരിക്കുമ്പോൾ അതിന് ദിക്റില്ല, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയാണ്. ഒരു തെറ്റ് ചെയ്യുമ്പോൾ അള്ളാഹു ഉണ്ട്, അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ചെയ്യാൻ പാടില്ല, അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ആ തെറ്റിനെ കുറിച്ച് അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായ ഹദീസിലൂടെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതൊരു ഓർമ്മയാണ്, അത് അള്ളാഹിനെ കുറിച്ചുള്ള ദിക്റാണ്. അങ്ങനെ ആ തെറ്റിൽ നിന്ന്, ആ ഹറാമിൽ നിന്ന് മാറി നിൽക്കൽ അള്ളാഹുവിനെ അനുസരിക്കലാണ്. നമുക്ക് സമാധാനം സ്വസ്ഥതയും നഷ്ടപ്പെട്ട് നമ്മളിങ്ങനെ പലപ്പോഴും ടെൻഷനും ബേജാറും ഡിപ്രഷനും ഒക്കെ ആയിത്തീരാനുള്ള കാരണങ്ങളിൽ ഒന്ന് അള്ളാഹുവിന്റെ കൽപ്പനകളിൽ നിന്ന് നമ്മൾ ബഹുദൂരം സഞ്ചരിക്കുന്നത് കൊണ്ടാണ്. സൂറത്ത് നഹ്ലിൽ 112-ാമത്തെ ആയത്തിൽ പടച്ച തമ്പുരാൻ പറയുന്നുണ്ട്, വദറബല്ലാഹു മസലൻ ഖറിയതൻ കാനത് ആമിനതൻ മുത്മഇന്നതൻ. വളരെ മനോഹരമായ, മനോഹരം എന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും വിശുദ്ധ ഖുർആനിൽ ഹൃദയസ്പർക്കായി തീരുന്ന എല്ലാ ആയത്തുകളും അള്ളാഹുവിന്റെ തിരുവചനങ്ങളാണ്. അതിൽ വളരെ ഹൃദയസ്പർക്കായി മാറുന്ന ചില ആയത്തുകളുണ്ട്. അതിൽപ്പെട്ട ഒരു ആയത്താണ് സൂറത്ത് നഹ്ലിലെ 112-ാമത്തെ ആയത്ത്. വദറബല്ലാഹു മസല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഉദാഹരണം പറയുകയാണ്. ആരെയാണ് അല്ലാഹു ഉദാഹരണമാക്കുന്നത്? ഖറിയതൻ, ഒരു ഗ്രാമത്തെയാണ്. കാനത്ത്, ആ ഗ്രാമത്തിന്റെ പ്രത്യേകത എന്താണ്? ആമിനതൻ മുത്മഇന്നതൻ, നിർഭയത്വമുള്ള, സമാധാനമുള്ള ഒരു ഗ്രാമമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ച്, ഒരു രാജ്യത്തെ സംബന്ധിച്ച്
അവർക്ക് പ്രധാനമായും ഉണ്ടാകേണ്ടത് നിർഭയത്വവും സമാധാനവും നിറഞ്ഞ ജീവിതമാണ്. അങ്ങനെയുള്ള സമാധാനവും നിർഭയത്വമുള്ള ഒരു ജീവിതം നയിക്കുന്ന ഒരു പ്രദേശത്തുള്ള കുറെ മനുഷ്യന്മാർ, ഇത് മക്ക നിവാസികളെ സംബന്ധിച്ചാണ്. പക്ഷെ അവരെ സംബന്ധിച്ച് മാത്രമല്ല, എവിടെയൊക്കെ ജീവിക്കുന്ന ആൾക്കാരുണ്ടോ അവർക്കൊക്കെയും നിർഭയത്വവും സമാധാനവും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടോ. മക്കാൻ, മൂന്നാമത്തേത് ആ രാജ്യക്കാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന മൂന്നാമത്തെ നഅമത്ത് മക്കാൻ, രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും ആവശ്യക്കണക്കിന് ഭക്ഷണ വിഭവങ്ങൾ അവിടെ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു രാജ്യം നമ്മൾ ആലോചിച്ച് നോക്ക്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് ജീവിക്കാൻ ആവശ്യമായ 3 അടിസ്ഥാന കാര്യങ്ങളാണ് അള്ളാഹു ഖുർആനിലൂടെ നമ്മെ അറിയിക്കുന്നത്. സന്തോഷവും സമാധാനവും നിർഭയത്വമുള്ളൊരു രാജ്യം, ജീവിക്കാൻ ആവശ്യമായ ഭക്ഷണമുള്ളൊരു രാജ്യം. ആ രാജ്യത്ത് പിന്നെ എങ്ങനെയാണ് ഈ നിർഭയത്വവും സമാധാനവും ഒക്കെ നഷ്ടപ്പെട്ട് അവിടെ പട്ടിണിയും പരിവട്ടവും ഭയവും പേടിയും ആശങ്കയും ഡിപ്രഷനും ടെൻഷനും ഒക്കെ ആയിത്തീരുന്നത് എന്തുകൊണ്ടാണ്? അത് ഗ്രാമത്തിലേക്ക് മാത്രം പോകണ്ട, നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോവാ ഒരു ആയത്തോട്. ഈ ഖുർആൻ പഠിക്കുമ്പോൾ അത് അവര് പറഞ്ഞു, അള്ളാഹു പറഞ്ഞു, അവരോട് പറഞ്ഞു, അവരങ്ങനെ ചെയ്തു, ഇവരിങ്ങനെ ചെയ്തില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മളിലേക്കാണ് ഈ ആയത്ത്, ഈ ഖുർആനിനെ തിരിച്ചു കൊണ്ടുവരേണ്ടത്. അവർ ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നു ആ അർത്ഥത്തിലാണ്. അവരങ്ങനെ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ചെയ്യാൻ പോകുന്നില്ല എന്ന അർത്ഥത്തില് ആയത്തുകളെ കൊണ്ടുവരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിർഭയത്വവും സമാധാനവും ഭക്ഷണവും ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നു, എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ മക്കൾക്കും എൻ്റെ മാതാപിതാക്കൾക്കും ഒക്കെ. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് സമാധാനം റബ്ബ് നമ്മിൽ നിന്നും എടുത്തു മാറ്റുന്നത്? അതാണ് കാരണം. അവർ അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ നിഷേധിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ എനിക്കത് കിട്ടിയില്ല എന്ന അർത്ഥത്തിൽ മാത്രമല്ല, മറിച്ച് ആ അള്ളാഹുവിനെ മറന്നവർ, നൽകിക്കൊണ്ടിരിക്കുന്ന ദാതാവിനെ മറന്നുകൊണ്ടുള്ള ഒരു ജീവിതം അവർ നയിച്ചു. ഇതൊന്നും പോരാ, അവർക്കൊക്കെ അതിനേക്കാൾ കൂടുതൽ കിട്ടുന്നുണ്ടല്ലോ, എനിക്കിതേ കിട്ടുന്നില്ലല്ലോ, എന്റെ ജീവിതം എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നൊക്കെ ചിന്തിച്ച് ചില ആളുകൾ ഷിർക്കിലും കുഫറിലും നിഫാക്കിലും ഹസദിലും ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയും ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? അടിവരയിടുക, അവരെ റബ്ബ് സുബ്ഹാനഹു വ തആല രുചിപ്പിച്ചു, അവരെ അനുഭവിപ്പിച്ചു. എന്തനുഭവിപ്പിച്ചു? ലിബാസൽ ജൂഇ വൽ ഖൗഫ്, പേടിയുണ്ടായി, പട്ടിണിയുണ്ടായി, ഭയത്തിന്റെയും പട്ടിണിയുടെയും വസ്ത്രം അവരെ പുതപ്പിച്ചു. എന്ന് പറഞ്ഞാല് ആ നിർഭയത്വവും സമാധാനവും സന്തോഷവും ശാന്തിയും ഒക്കെ നഷ്ടപ്പെട്ടിട്ട് അവരൊന്നുമില്ലാത്ത, നിർഭയത്വം നഷ്ടപ്പെട്ട, ഈ പറഞ്ഞ ടെൻഷനും ബേജാറും പേടിയും ഒക്കെ ഉള്ള ഒരു രാജ്യമായി മാറി, പ്രദേശമായി മാറി, ഒരു കുടുംബമായി മാറി. എന്തുകൊണ്ടാ? ബിമാ കാനൂ യസ്നഊൻ, അവർ പ്രവർത്തിച്ച നിമിത്തം. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ നിഅമത്തുകളെ നാം ധിക്കരിച്ചാൽ, അതൊന്നും എനിക്ക് ബാധകമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ജീവിച്ചാൽ, ഇതിനേക്കാളൊക്കെ വലിയ നിഅമത്തുകൾ വേണമെന്ന് ചിന്തിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കണ്ണും വായിച്ചുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ നിന്ന് നിർഭയത്വം എടുത്തു മാറ്റുമെന്നാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ, അൽഹംദുലില്ലാ ലക ശുക്ർ ഹത്താ തർള. അൽഹംദുലില്ലാ, എന്ത് വേണ്ടില്ല, അൽഹംദുലില്ലാ, ചെറിയൊരു ജോലിയുണ്ട്, ചെറിയ ശമ്പളമാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, അൽഹംദുലില്ലാ. ഒരു ചെറിയ വീടാണ് എൻ്റെത്, അത് ഒരു സ്വന്തമായ വീടല്ല, വാടക വീടാണ്, പണയത്തിന്റെ വീടാണ്, അൽഹംദുലില്ലാ. അതില്ലാത്ത എത്രയോ ആളുകളുണ്ട്. പെട്ടിത്തിണ്ണയിലും അങ്ങാടിയിലും ബസ് സ്റ്റാൻഡിലും ബസ് സ്റ്റോപ്പിലും ഒക്കെ അന്തി ഉറങ്ങുന്ന എത്രയോ പട്ടിണി പാവങ്ങൾ എനിക്ക് ചുറ്റും ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ളൊരു ജീവിതമല്ലല്ലോ എനിക്ക് നൽകിയിട്ടുള്ളത് എന്ന് ചിന്തിക്കുന്ന ആളുകൾ. അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ, അലാ കുല്ലി ഹാൽ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു പദമാണ്. ഏതൊരവസ്ഥയിലും, ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ജീവിതത്തിലെ ഏതവസ്ഥയിലും, കടമുണ്ടോ, പ്രശ്നമുണ്ടോ, പട്ടിണിയുണ്ടോ, പരിവട്ടമുണ്ടോ,
മാനസികമായ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുടുംബക്കാരന്റെ വീട്ടിലുണ്ടോ? അൽഹംദുലില്ലാ, എന്നെ റബ്ബ് തീരുമാനിക്കാത്തതൊന്നും എന്റെ ലൈഫിൽ സംഭവിക്കില്ല എന്ന ഉറച്ച തീരുമാനത്തോടു കൂടി പോകുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ സമാധാനക്കേടുണ്ടാവുകയില്ല. പടച്ചോനെ മറന്നുകൊണ്ടുള്ള ജീവിതം നയിക്കുമ്പോഴാണ് യഥാർത്ഥത്തില് നമ്മുടെയൊക്കെ ജീവിതത്തില് സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സൂറത്ത് ത്വാഹയിൽ 124-ാമത്തെ ആയത്തിൽ അന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, വമൻ അഗ്റദ അൻ ദിക്രി ഫഇന്ന ലഹു, അടിവരയിടുക, ഫഇന്ന ലഹു മഈശതൻ ദൻക. എന്റെ ഉത്ബോധനത്തിൽ നിന്ന്, ഞാൻ പറയുന്ന കാര്യത്തിൽ നിന്ന്, ഞാൻ ജീവിക്കാൻ വേണ്ടി സമർപ്പിക്കുന്ന ഈ ജീവിത വ്യവസ്ഥയിൽ നിന്ന് എന്നെ മറന്നുകൊണ്ട് ആര് ജീവിക്കുന്നുവോ ഫഇന്ന ലഹു മഈശതൻ ദൻക, അവന്റെ ജീവിതം കുടുസായിരിക്കും, പ്രയാസമുള്ളതായിരിക്കും, ബുദ്ധിമുട്ടുള്ളതായിരിക്കും. പണ്ഡിതന്മാരൊക്കെ പറയുന്നത് ആ കുടുസായ ജീവിതം എന്ന് പറയുന്നത് അത് ഖബറിലെ ജീവിതമല്ല, പരലോകത്തെ ജീവിതമല്ല, നരകത്തിലെ ജീവിതമല്ല, മറിച്ച് മഈശത്തൻ ദൻക എന്ന് പറയുന്നത് മഈശത്തൻ ദുനിയ എന്നാ പറയുന്നത്. ദുനിയ, ആ ദുനിയാവിലെ ജീവിതമാണ്, ദുനിയാവിലെ ജീവിതമാണ്. പടച്ചവനെ മറന്നാൽ പടച്ച തമ്പുരാൻ ദുനിയാവിൽ അവന് വൻക, പ്രയാസമുള്ള ജീവിതം കൊടുക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ചില പണ്ഡിതന്മാരൊക്കെ പറയുന്നത് അവന്റെ ജീവിതത്തിൽ AC ഉണ്ടായിരിക്കും, നല്ല ശമ്പളം ഉണ്ടായിരിക്കും, വലിയ വീടുണ്ടായിരിക്കും, വലിയ സാമ്പത്തികമായ ആസ്തി ഉണ്ടായിരിക്കും, വൻ ബാങ്ക് ബാലൻസും ഉണ്ടായിരിക്കും. എന്നിട്ട് പോലും ജീവിതത്തിൽ എന്തോ ഒന്ന് കുറവായി അവന് ഫീൽ ചെയ്യും, എന്തോ ഒന്ന് കുറവുണ്ട്. ആ കുറവിന്റെ പേരാണ് പ്രിയമുള്ളവരെ സമാധാനം എന്ന് പറയുന്നത്. ഭൗതികമായ കാഴ്ചപ്പാടിലൂടെ അല്ല നമ്മൾ സമാധാനത്തെ അന്വേഷിക്കേണ്ടത്. പ്രവാചകൻ പറഞ്ഞുവല്ലോ, ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങളിലേക്കാൾ താഴ്ന്നവരിലേക്ക് നിങ്ങൾ നോക്ക്. സമാധാനം വേണോ? സന്തോഷം വേണോ? ശാന്തി വേണോ? നിങ്ങൾക്ക് ലൈഫിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളെക്കാൾ താഴ്ന്നവരിലേക്ക് ദുനിയാവിന്റെ വിഷയത്തിൽ, വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖക്കും, നിങ്ങളെക്കാൾ മുകളിലുള്ളവരേക്ക് നോക്കണ്ട. ഈ യൂട്യൂബും കണ്ട് റീൽസും കണ്ട് ഈ പുട്ടിയിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് ജീവിക്കുന്ന ആളുകളിലേക്കല്ല നിങ്ങൾ നോക്കേണ്ടത്. ദീനിന്റെ വിഷയത്തിൽ നിങ്ങളിലേക്കാളൊക്കെ വലിയ ആളുകളിലേക്ക് നോക്കണം. അൽഹംദുലില്ലാ, അവൻ അത്രയും സൂറത്ത് പാരായണം ചെയ്യുന്നുണ്ട്, അവനക്ക് അത്രയും സൂറത്ത് മനപ്പാടമുണ്ടല്ലോ. അവൻ എൻ്റെ വീടിന്റെ മുമ്പിലൂടെയാണ് ജമാഅത്തിന് പള്ളിയിലേക്ക് പോകുന്നത്. അവനെ പോലെ എനിക്ക് പള്ളിയിലേക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ. അവൻ എത്രയോ ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്നുണ്ട്. അവൻ എറണാകുളം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഓരോ ശാഖയിലെയും ലേന്ത ഖുർആന്റെ ക്ലാസ്സിൽ അവന്റെ ഫാമിലി പങ്കെടുക്കുന്നുണ്ട്, അവന്റെ മക്കൾ പങ്കെടുക്കുന്നുണ്ട്. എന്തൊരു മനോഹരമായ ജീവിതമാണ് അവർ കാഴ്ചവെക്കുന്നത്. എന്നെക്കാളൊന്നും സാമ്പത്തികമായി കഴിവുള്ളവരല്ലല്ലോ. എത്ര ഹാപ്പിനെസ് ആണ് അവർ ലൈഫിൽ അനുഭവിക്കുന്നത്. അങ്ങനെയൊക്കെ കണ്ടിട്ട് നമ്മളെക്കാൾ ദീനിന്റെ കാര്യത്തില് പ്രവർത്തിക്കുന്ന, അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ആളുകളിലേക്ക് നോക്കണം നമ്മൾ ദീനിന്റെ കാര്യത്തില്. ദുനിയാവിന്റെ കാര്യത്തിലോ അള്ളാഹു നമ്മളെക്കാളൊക്കെ താഴ്ന്ന കൊടുത്ത ആൾക്കാരുണ്ടല്ലോ, അവനേക്കാളൊക്കെ വലിയ ജീവിതമാണല്ലോ അള്ളാഹു എനിക്ക് നൽകിയിട്ടുള്ളത്. അൽഹംദുലില്ലാ. അങ്ങനെ ദുനിയാവിന്റെ വിഷയത്തിൽ താഴ്ന്നവരിലേക്കും ദീനിന്റെ വിഷയത്തിൽ മുകളിലേക്ക് നോക്കിയിട്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് തൃപ്തിയുള്ള ജീവിതം അത് കാഴ്ചവെക്കാൻ നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കാത്ത യാതൊന്നും നമ്മുടെ ജീവിതത്തിൽ, ഞാൻ സമയം ദീർഘിച്ചു അവസാനിപ്പിക്കുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കാത്ത യാതൊന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല. എന്ത് പ്രയാസമുണ്ടെങ്കിലും ശരിയാണ്, എനിക്ക് പ്രയാസമുണ്ട്, എനിക്ക് കടമുണ്ട്, എൻ്റെ വീട്ടിൽ രോഗിയായ ഭാര്യയുണ്ട്, എനിക്ക് ഭർത്താവുണ്ട്, മാതാപിതാക്കളുണ്ട്, എന്തു തന്നെയായാലും വേണ്ടിയില്ല, ഞാൻ അഭയം തേടുന്നത്, ഞാൻ മടങ്ങുന്നത്, എനിക്ക് ചോദിക്കാനുള്ളത്, എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത്, എൻ്റെ ജീവിതത്തെ സമർപ്പിക്കാനുള്ളത് ഏകനായ, സഖാവായ, കാരുണ്യവാനായ, എല്ലാത്തിനെയും സൃഷ്ടിച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന സാക്ഷാൽ ആരാധ്യനായ അല്ലാഹു മാത്രമാണ്. വതവക്കൽ അലൽ ഹയ്യിൽ ലദി ലാ യമൂത്ത്. സൂറത്തുൽ ഫുർഖാൻ 58-ാമത്തെ ആയത്താണ്. വതവക്കൽ അലൽ ഹയ്യ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനിൽ നീ നിന്റെ ജീവിതത്തെ സമർപ്പിക്കുക. അല്ലദി ലാ യമൂത്ത്, അവൻ മരിക്കുന്നില്ല. അങ്ങനെയുള്ള അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് നിങ്ങൾ ജീവിക്കണം.
ഖുർആൻ പറഞ്ഞല്ലോ, ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ ഖതബല്ലാഹു ലനാ ഹുവ മൗലാന. സൂറത്ത് തൗബയിലെ 51-ാമത്തെ ആയത്താണ്. പറയുക പ്രവാചകരെ, ലൻ യുസീബനാ, ഞങ്ങൾക്ക് ബാധിക്കില്ല, ഇല്ലാ മാ ഖതബല്ലാഹു ലനാ, നമ്മുടെ ജീവിതത്തിൽ പടച്ചതമ്പുരാൻ എന്താണോ തീരുമാനിച്ചു വെച്ചിട്ടുള്ളത്, അവന് ലൗഹുൽ മഹ്ഫൂദിൽ എന്താണോ എഴുതി രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്, അതല്ലാത്തതൊന്നും എന്റെ ജീവിതത്തിൽ സംഭവിക്കില്ല. ഹുവ മൗലാന, ഹുവ മൗലാന, അവൻ ഞങ്ങളുടെ രക്ഷാധികാരിയാണ്. ഈ ഒരു ജീവിത രീതി, ഇങ്ങനെയുള്ളൊരു കോൺസെപ്റ്റ് അള്ളാഹുവുണ്ട്. അവൻ എന്നെ സംരക്ഷിക്കും, അവൻ എനിക്ക് നൽകിയത് തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കണം, എന്റെ ജീവിതത്തെ റബ്ബിൽ തവക്കുലാക്കണം, എന്റെ ദിക്റുകൾ, എന്റെ പ്രാർത്ഥനകൾ, എന്റെ ജീവിതം മുഴുവനും അള്ളാഹുവിന് വേണ്ടി ആയിരിക്കണമെന്ന ഒരു ജീവിത കാഴ്ചപ്പാട് നമ്മളൊന്ന് എടുത്തു നോക്കൂ. പരീക്ഷണം ഉണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാവും, പ്രയാസങ്ങൾ ഉണ്ടാവും, പക്ഷെ അതിനൊക്കെ ഓവർകം ചെയ്യാനുള്ള ഒരു സാഹചര്യം അള്ളാഹു നമുക്ക് നൽകിക്കൊണ്ടിരിക്കും. ജീവിതത്തിൽ സമാധാനം വേണമെന്ന് പറയുമ്പോൾ പരീക്ഷണം ഉണ്ടാകാത്ത ഒരു ജീവിതമല്ല ഖുർആൻ ഉദ്ദേശിക്കുന്നത്. എല്ലാ പ്രതിസന്ധികളിലൂടെയും കടന്നു പോകേണ്ടി വരും. പക്ഷെ ആ പ്രതിസന്ധികളെ മുഴുവനും തരണം ചെയ്യാനുള്ള ഈമാനികമായ ഒരു ആവേശവും ഉൾബലവും പടച്ചതമ്പുരാൻ നമുക്ക് നൽകിക്കൊണ്ടിരിക്കും. അവസാനിപ്പിക്കുന്നു ഞാൻ ആദ്യം പറഞ്ഞ ആ ദിക്ർ, അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. റബ്ബേ, അല്ലാഹുവേ, അൻതസ്സലാം, നീയാണ് തമ്പുരാനെ സലാം, നീയാണ് അല്ലാഹുവേ സമാധാനം, വമിൻകസ്സലാം, അതുകൊണ്ട് തന്നെ അല്ലാഹുവേ, നിന്നിൽ നിന്ന് മാത്രമേ തമ്പുരാനെ എന്റെ ജീവിതത്തിൽ എനിക്ക് സമാധാനം കിട്ടുകയുള്ളൂ. നിന്നിൽ നിന്നാണ് അല്ലാഹുവേ സലാം. തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം, ഉന്നതിയുടെയും മഹത്വത്തിന്റെയും ഉടമസ്ഥനെ, നീ അനുഗ്രഹപൂർണനായിരിക്കുന്നു എന്ന് സമ്മതിച്ചുകൊണ്ട്, എന്ന് റബ്ബിനോട് ചോദിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും പ്രിയമുള്ളവരെ ജീവിക്കാൻ സാധിക്കണം. ഉള്ളതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന സമാധാനവും സന്തോഷവും ശാന്തിയും എപ്പോഴും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയ്നിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.